ജോസഫ്, നമ്മുടെ അന്തോണിച്ചൻ നമ്മുടെ ബ്ലോസം വാലി വന്നിട്ട് ഇപ്പം ജനുവരി മുതലൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ബ്ലോസം വാലിയിൽ നിന്ന് പോവുകയാണ്. ജോസഫ്, നമ്മുടെ അന്തോണിച്ചൻ വന്ന അവസ്ഥ എന്തായിരുന്നു? ഇപ്പൊ എങ്ങനെ പോകുന്നു? അവൻ വന്ന സമയത്ത് അവൻ ആൾക്കാരെ കാണുമ്പോൾ ഒക്കെ ഒരു പേടിയും, അങ്ങനെ ക്രൗഡൊക്കെ കാണുമ്പോഴത്തേന് പേടിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ എല്ലാവരോടും സംസാരിച്ച്, പിന്നെ സ്പീച്ച് തുടങ്ങിയപ്പോൾ തന്നെ അവന് സ്പീച്ചിൽ ഓരോന്ന് ചേച്ചി പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മുതൽ അവനത് പതിയെ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ ഓരോന്ന് നമ്മളോട് തിരിച്ച് റെസ്പോൺസ്, അത് എന്നാ മോനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ ചെന്നെന്ന് പറഞ്ഞാലും ഇപ്പോൾ സ്കൂളിൽ ചേർത്തിട്ടാണെന്ന് പറഞ്ഞാലും അവൻ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് ടീച്ചർമാർ പറഞ്ഞു. എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ ബ്ലോസം വാലി വന്നതിന്റെ കൊണ്ട് നല്ല മാറ്റം ഉണ്ട്. ഹൈഫൈ കൊടുത്ത കുട്ടികളുടെ പ്രശ്നങ്ങൾ ചെറുപ്പത്തിൽ അതിനെ കണ്ടെത്തി പരിഹരിച്ചു പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ബ്ലോസം വാലി സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും നമ്മളൊരു വലിയ അഭയമായിട്ട്, ആശ്രയമായിട്ട്, സാമ്പത്തിക പ്രശ്നമല്ല, കുഞ്ഞുങ്ങളുടെ തെറാപ്പിയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ അവരെ കരുതുന്നതും ഇവിടെ നമ്മൾ പ്രവർത്തിക്കുന്നതും. എല്ലാ സ്റ്റാഫുകൾക്കും ഓരോ തെറാപ്പിസ്റ്റുകൾക്കും ഒത്തിരി നന്ദി. താങ്ക് യു.